സത്യസന്ധമാണെന്ന് വിശ്വസിക്കുക എനിക്ക് തരവുള്ളൂ. മാക്സിമം ഞാൻ സഹകരിച്ചിട്ടുണ്ട്, മറ്റുള്ളവരും സഹകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് വസ്തുതാപരമായ ഒരുപാട് ഡോക്യുമെന്റ്സും തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും വന്ന് ഈ പ്രൊജക്ടിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തോളൂ, എങ്ങനെ വേണം നമുക്ക് പൂർത്തീകരിക്കാം. ഇതാണെങ്കിൽ എത്ര വീടുകളാണോ അത്രയും വീടുകൾ നമുക്ക് പറ്റുന്ന അത്രയും വീടുകൾ പണി കൊടുക്കാം. കേരളമാകെ ഉറ്റുനോക്കിയിരുന്ന ആ ദിനം അങ്ങനെ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറ, ആര് കൊണ്ടുപോകാനാണ് സാധ്യത? നമ്മുടെ അടുത്ത 5 വർഷം വീണ്ടും പിണുമാമൻ എത്തുമോ ഭരിച്ച് മുടിപ്പിക്കാനായിട്ട്? അതോ നമ്മുടെ സതീശൻ മാമനും കൂട്ടുകാരും രംഗത്തിലേക്ക് ഇറങ്ങുമോ? പുതിയ തരത്തിലുള്ള ഉടായ്പകൾ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി, പുതിയ തരത്തിലുള്ള മുടിപ്പീര് കളികൾ കാണിച്ചു തരാൻ വേണ്ടി. അല്ല, ആര് ഭരിച്ചാലും എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ആണേ പ്രത്യേകിച്ച് അങ്ങനെ മലമറിച്ച കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളേ. നമുക്ക് വിശദമായ കാര്യത്തിലേക്ക് വരാം. ആരൊക്കെ ഭരിച്ചാലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വ്യക്തി ചെയ്തു കൊടുക്കുന്ന നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, അതിലൊരു മാറ്റവുമില്ല. കൂടാതെ നമ്മുടെ പുതുപ്പള്ളി ചാണ്ടിയുമ്മൻ, ആ വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, അതും നിങ്ങളെ കേൾപ്പിക്കാനുണ്ട്. അതിനു മുമ്പ് ഇലക്ഷൻ്റെ പരിപാടികൾ അല്ലെങ്കിൽ വോട്ടെണ്ണൽ പരിപാടികൾ, ഇലക്ഷൻ്റെ എന്നല്ല വോട്ടെണ്ണൽ പരിപാടികളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നിങ്ങൾ മെയിൻ സ്ട്രീം ചാനലുകൾ വഴി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ നമുക്കറിയാം എവിടെ എങ്ങനെയാകുമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചു ഒരുപാട് UDF അങ്ങ് അടിച്ചു കയറുമെന്ന്. തുടക്കത്തിൽ ഒരു കയറ്റം ഉണ്ടായിരുന്നു, ഇപ്പൊ ഏതാണ്ട് ഒരേ തട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ നോക്കുമ്പോൾ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ആദ്യമേ കേട്ടത് നമ്മുടെ വിജയണ്ണന് വലിയ ഗുമ്മൊന്നും ഇല്ല എന്നാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് കേട്ടു കയറുന്നുണ്ട്, കത്തുന്നുണ്ട്. അപ്പൊ എന്തുവാണെങ്കിലും അതൊക്കെ ആ സൈഡിൽ കൂടെ നടക്കട്ടെ. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോകാം. ഇന്നലെ നമ്മുടെ സ്മൈൽ പദ്ധതി ഉണ്ടല്ലോ, സ്മൈൽ ഭവന നിർമ്മിത പദ്ധതി, അതിന്റെ ഭാഗമായിട്ട് ഒരു വീട് താക്കോൽദാനം അതിനെത്തിയിട്ടുണ്ടായിരുന്നു രാഹുൽ. അപ്പൊ രാഹുലിൻ്റെ അടുക്കെ അവിടുത്തെ ആളുകൾ, അവരുടെ കുറച്ച് ഇൻട്രാക്ഷൻസ്, രാഹുൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, നമുക്ക് അതിലേക്കൊക്കെ പോകാം. അതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ടത്. കാരണം പാർട്ടിയിൽ നിന്ന് അടിച്ച് പുറത്താക്കി, എന്നിട്ടും ആ വ്യക്തി ആ നാടിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടിരിക്കേണ്ടത്. നമുക്കതാ ഈ വീഡിയോയിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇലക്ഷൻ്റെ കാര്യം വരുന്നുണ്ടല്ലോ, അറിയാൻ പറ്റുമല്ലോ ആരായിരിക്കും. നിങ്ങളുടെ ഒരു എന്താണ് മൈൻഡിൽ എന്താണ് തോന്നുന്നത്, ഒരു ഇൻറ്റ്യൂഷൻ ആര് വരുമെന്നാണ് പറയുക. പിന്നെ രാഹുലിനെ പറ്റിയും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ധൈര്യപൂർവ്വം അങ്ങോട്ട് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്കിതാ ഈ വീഡിയോയിൽ നിന്ന് തുടങ്ങാം. ഇതിപ്പോ എന്തെല്ലാം വന്നിരിക്കുന്നത് ലൈഫിലാണ്? ഇല്ല, അത് ലൈഫിൽ ലിസ്റ്റിലുണ്ട്. വൈകുമെന്ന് പറഞ്ഞിട്ടേ അവര് മഴക്കാലം കഴിയുന്നതിന്റെ ഉള്ളില് ലോണൊക്കെ സംഘടിപ്പിച്ച് കെട്ടുകയാണ്. നിങ്ങൾ എത്ര പേര് ഇവിടെ താമസിക്കുന്നു? 5 പേരുണ്ട്. ആരൊക്കെ 5 പേര്? 5 പേരെ. ആ വീട് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ മറ്റേ ടർപ്പാള എന്തോ ഇട്ടിട്ടുള്ളൊരു വീടാണ്. ഇങ്ങനെയുള്ളവർക്കാണ് വീട് വെച്ച് കൊടുക്കേണ്ടത്. അത് രാഹുൽ അവിടെ വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. രാഹുലിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ പോലും അതിന് മുന്നോടിയായി നിന്ന് അതിൻ്റെ മുന്നിട്ട് ഇറങ്ങി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി, അയാളൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നല്ലൊരു നേതാവായി നമ്മളെ ഭരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വരേണ്ടത്. ഇങ്ങനെയുള്ള ആളുകളാണ്. അയാളുടെ പേരിൽ ആ കേസുണ്ട്, ഈ കേസുണ്ട്, ഒന്നും തെളിഞ്ഞിട്ടില്ല. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ പുള്ളിയുടെ പേഴ്സണൽ ലൈഫ് ഇവിടെ തപ്പിയെടുത്തുകൊണ്ട് വന്ന് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. ഒരു ജനപ്രതിനിധിയാണ് പുള്ളി. ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നെ സംബന്ധിച്ച് അത് നോക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിടികിട്ടിയോ? പ്രത്യേകിച്ച് ഇലക്ഷനും എല്ലാം കഴിഞ്ഞു, ഇന്ന് വോട്ടെണ്ണല. ഇന്നലെ അവിടെ ചെന്ന് വീണ്ടും ഇതൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യം പുള്ളിക്കില്ല, പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്നും പുറത്ത്. എന്നിട്ടും പാലക്കാട്ടുകാർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി നിൽക്കുന്ന രാഹുൽ, ഇയാളെ പോലുള്ള ആളുകളല്ലേ സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിന് ആവശ്യം അല്ലേ? അടുത്തൊരു ക്ലിപ്പ്. എന്താണ് ഇതിപ്പോ മഴക്കാലത്ത് ഇവിടെ കാറ്റും മഴയും വന്ന് അങ്ങനെ കടക്കുമ്പോണ്ട് കടവും കളിയും മേടിച്ച് ഡോണൊക്കെ എടുത്തിട്ട് അതൊന്നും ചെയ്യണം. ഇപ്പൊ അതെന്താ ഒന്നും ആയ കണക്റ്റഡ് ചെയ്യാം. എങ്ങനെ നിങ്ങളുടെ പ്ലാൻ എങ്ങനെയത്?
അടുക്കളയും ബെഡ്റൂമും. ഇപ്പൊ എന്താ പറയാ, ഇത് അവസ്ഥ മോശമാണ്. അപ്പൊ അവര് ഒരു താൽക്കാലിക അതെ ചെയ്തോട്ടെ, എങ്ങനെ ഇതിന്ന് ഇതാക്കിയിട്ടില്ല. ലൈഫിന്റെ ഉണ്ട്. അപ്പൊ കിട്ടുന്ന വേറെ ഒരു കുടുംബത്തിന്റെ താക്കോൽ ദാനത്തിന്, വീടിന്റെ താക്കോൽ ദാനത്തിന് വന്നതാണ്. അപ്പൊ തന്നെ ആ പരിസരത്തുള്ള വേറെ വീടുകളിലും ഒക്കെ രാഹുൽ പോവാണ്. വളരെ മോശമായിട്ടുള്ള, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വീടൊക്കെ 5 പേരൊക്കെ താമസിക്കുന്നതാണ്. അവർക്ക് നേരെ ചൊവ്വ അതിനകത്തൊന്നും നിന്ന് ഡ്രസ്സ് മാറാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയൊക്കെയാണ്. ഒരു മഴ പെയ്താൽ മുഴുവൻ അകം നനയുന്ന ആ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന രാഹുലിനെ എത്രയൊക്കെ പ്രശംസിച്ചാലും മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സീരിയസ്ലി, ഞാനിത് രാഷ്ട്രീയം നോക്കിയല്ല ഇവിടെ സംസാരിക്കുന്നത്. പിടികിട്ടിയോ? രാഷ്ട്രീയം നോക്കുന്നില്ല. ഞാൻ ആ വ്യക്തി, ഒരു ജനപ്രതിനിധി ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, അത് മാത്രമേ ഞാനിവിടെ നോക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതലൊന്നും നോക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോരുത്തരുടെയും മറ്റേ ചകഞ്ഞ് നോക്കാൻ ചെല്ലണം. അങ്ങനെ ചകഞ്ഞ് നോക്കുവാണെങ്കിൽ ഇവിടെ ഡീസൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തൊരു ക്ലിപ്പ്. സന്തോഷമുള്ള ദിവസമല്ലേ? കുഴപ്പമില്ല, നിങ്ങൾ പ്രയാസപ്പെടണം. ആ കുടുംബത്തിനാണ് വീട് വെച്ച് കൊടുത്തത്. അവരുടെ ആ ഒരു സന്തോഷം കണ്ടോ? ആ സന്തോഷമാണ് ആ കണ്ണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് രാഹുൽ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഇത് എത്ര കാലം കഴിഞ്ഞാലും അവർ മറക്കുമെന്ന് തോന്നുന്നില്ല. ഈ കാണുന്ന നമ്മൾ മറക്കുമെന്ന് തോന്നുന്നില്ല. പാലക്കാട്ടെ ഓരോ ജനവും, ഓരോ വ്യക്തിയും ഇതൊക്കെ ഓർത്തു വെക്കും. അതുകൊണ്ട് തന്നെ രാഹുൽ അവിടെ മത്സരിച്ചാൽ, വെറുതെ ഒരു പാർട്ടിയുടെയും സപ്പോർട്ട് ഇല്ലാതെ പോലും രാഹുൽ മത്സരിച്ചാൽ, നമുക്ക് നിസ്സംശയം പറയാം രാഹുലേ അവിടെ ജയിക്കുള്ളൂ എന്നുള്ളത്. മനസ്സിലായോ? അതിനി എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അയാൾ ചെയ്തു കൊടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ അവിടെ ആര് ചെയ്തു കൊടുത്തു എനിക്കറിയില്ല. ഇനിയിപ്പോൾ അടുത്ത രമേശ് പിഷാരടി അവിടെ ജയിച്ചു വന്നാലും ചിലപ്പോൾ ചെയ്യുമായിരിക്കാം. രമേശ് പിഷാരടി ആണെങ്കിലും അങ്ങനെ പേഴ്സണലി പുള്ളി അറിയാവുന്ന ആളുകൾ പറഞ്ഞിട്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, മനസ്സിലായോ? ചെയ്യട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും എന്തൊക്കെയാണെന്നാലും രാഹുൽ ജനങ്ങളുടെ മനസ്സിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ജനങ്ങളുടെ മനസ്സിലുള്ളൊരു സ്ഥാനമുണ്ട് രാഹുലിന്. അത് വേറെ ആര് വന്നാലും പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട വീഡിയോ ഇതും കൂടെ ഒന്ന് കണ്ടോ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും വന്ന് ഈ പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തോളൂ, എങ്ങനെ വേണം നമുക്ക് പൂർത്തീകരിക്കാം. ഇരുവാണെങ്കിൽ എത്ര വീടുകളാണോ അത്രയും വീടുകൾ നമുക്ക് പറ്റുന്ന അത്രയും വീടുകൾ പണിത് കൊടുക്കാം. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നതും ഫണ്ട് തീരുന്നതും ഞങ്ങൾ സ്വരൂപിച്ചതും എല്ലാമായ എല്ലാ പൈസകളും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫോ അല്ലെങ്കിൽ പാർട്ടിയിലുള്ളവരോ മാത്രമല്ല, കേട്ടല്ലോ നിങ്ങൾ, പല ആളുകൾ പറയുന്നുണ്ട് രാഹുല് പാലക്കാട്ടെ സാധാരണക്കാർക്ക് വേണ്ടി ഈ സ്മൈൽ പദ്ധതി, അതിലൂടെ വീട് വെച്ച് കൊടുക്കാൻ രാഹുൽ എടുക്കുന്ന ആ ഒരു എഫേർട്ട് പിടികിട്ടിയോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ പല ജനപ്രതിനിധികളും ചെയ്യാത്ത ഒരു കാര്യമാണത്. സ്വന്തം പേഴ്സണൽ ലൈഫ് പോലും ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നു. ഒരുപാട് 10-23 വീടുകൾ ഇപ്പോൾ കഴിഞ്ഞു ഓൾറെഡി. ഇതൊന്നും ചെറിയ കാര്യമല്ല, മനസ്സിലായില്ലേ? ഇതൊന്നും ഒരിക്കലും ചെറിയ കാര്യമായിട്ട് എനിക്ക് പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഒരു 5 ലക്ഷം രൂപ പോലും ഒരാൾക്ക് സഹായിക്കാൻ പറ്റുന്ന അത്രയും പൈസ ഒന്നും സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാനും. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കും ഉണ്ട്, ഇല്ലേ? വല്ല 1000, 2000, 3000 ഒക്കെ നമ്മളെ കൊണ്ട് പറ്റും. കൂടിപ്പോയാൽ 5000 പറ്റും. അതിൽ കൂടുതലൊക്കെ പറ്റുമോ? ആ ഒരു സാഹചര്യത്തിൽ സ്വന്തം കയ്യിൽ നിന്നല്ലെങ്കിൽ പോലും അത്രയും പൈസയുടെ വീടുകൾ ഒരു ചെറിയ ഇവർ വെച്ചു കൊടുക്കുന്ന വീടിന് എങ്ങനെ പോലും ഒരു 10-20 ലക്ഷം രൂപയെങ്കിലും ആവുമല്ലോ. അപ്പം ആ ഒരു എമൗണ്ട് അതിൻ്റെ ഒരു മെയിൻ ഒരു വ്യക്തിയായിട്ട് നിൽക്കുക, സ്വന്തം പോക്കറ്റിൽ നിന്നല്ലേ എങ്കിൽ പോലും അത്രയും കാശ് സ്വരൂപിച്ച് ഒരു വീട് അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ലത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രാഹുലിനെ പോലുള്ള ആളുകളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിന് ആവശ്യം. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ അടിച്ചില്ലാതെയാക്കും ഒരു സൈഡിൽ നിന്ന്. അതും നമ്മൾ മനസ്സിലാക്കണം.
സത്യങ്ങൾ ഒരിക്കലും നമുക്ക് വിളിച്ചു പറയാനുള്ളതല്ല. അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇല്ലാതെയാക്കും. അത് മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് ഞാൻ. പിടികിട്ടിയോ? ഇല്ലാതെയാക്കും നമ്മളെ. ഇനി അടുത്ത ഒരു വീഡിയോ, ചാണ്ടി ഉമ്മൻ ഇന്നലെ ഒരു ചാനലിന് കൊടുത്ത ഒരു ചെറിയ ബൈറ്റ്, നമുക്ക് അതൊന്ന് കാണാം. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ഒരിക്കലും തുടങ്ങിക്കോ, ഞങ്ങൾ സ്ഥാനാർത്ഥികളായിക്കോളും. ഞങ്ങളുടെ മന്ത്രിമാരും ഞങ്ങളുടെ മുഖ്യമന്ത്രിയൊക്കെ വരുമ്പോൾ നന്നായിട്ട് കാണിക്കണം. പുതുപ്പള്ളിക്കൊരു മന്ത്രിയെ കിട്ടുമോ? അല്ല, അതൊന്നും നല്ല ചോദ്യം. ഞങ്ങളുടെ മന്ത്രിസഭ വരും, മുഖ്യമന്ത്രി വരും. ആ മുഖ്യമന്ത്രിയുടെ ലൈവ് ടെലികാസ്റ്റ് ഷെയറിംഗ് നല്ലപോലെ കൊടുക്കണം. പുതുപ്പള്ളിയുടെ MLA ചാണ്ടി ഉമ്മൻ ഉണ്ട്. ഒപ്പം മണിക്കൂറുകൾ മാത്രമാണ് ഇനി കേരളത്തിന്റെ ഫലം അറിയാൻ കാത്തിരിക്കുന്നത്. ആ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ എന്താണ് ഒരു പ്രതീക്ഷ? 100% വിജയം UDF ഇവിടെ UDFന്റെ മുഖ്യമന്ത്രി 10 വർഷത്തിന് ശേഷം ഇവിടെ ഉമ്മൻചാണ്ടിക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാണ്. മുഖ്യമന്ത്രി ആരെന്ന നേരത്തിൽ എന്തെങ്കിലും അത് ഞങ്ങൾ സമയമാകുമ്പോൾ തീരുമാനിച്ചു. പാർലമെന്റ് പാർട്ടി കൂടട്ടെ, എന്നിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റും. നിങ്ങൾ അതിനു മുമ്പ് ഈ ചർച്ച തുടങ്ങുന്നത് ഇതിപ്പോൾ കറക്റ്റാണ്. മീഡിയാസാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ പറയുമ്പോൾ അപ്പോൾ അടുത്ത ചോദ്യം ഇതാ വരുന്നത്. നിങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കി വിടുന്നത് പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമില്ല. ഞങ്ങൾ പുഷ്പം പോലെ ഈ സീറ്റ് ചർച്ചയൊക്കെ നിർത്തിയോ, എങ്ങനെ ഈ പരിപാടികളൊക്കെ നടത്തിയോ, പുഷ്പം പോലെ ഞങ്ങൾ തീർക്കും. പുതുപ്പള്ളിയിലെ സംബന്ധിച്ചോളം എന്താണ് ഒരു പ്രതീക്ഷ? കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം ഉയർത്താൻ കഴിയും? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി വലിയൊരു ജനവികാരം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അതിലാണ് ഞങ്ങൾ പൂർണ്ണ പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. ജനങ്ങളൊപ്പം ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസം? ഒരു സംശയം വേണ്ട. ജനങ്ങൾ അത് പോളിംഗ് ഡേയിൽ കണ്ടതാണ്. ആളുകളുടെ വികാരം. ഞാൻ ഇലക്ഷൻ മൊത്തം എന്താ പറയുക, ഞാനൊരു 6 മാസമായിട്ട് തന്നെ ഫീൽഡിലുള്ള ആളാണ്. ഇവിടുത്തെ 2000-ഓളം വീടുകൾ ഞാൻ എൻ്റെ പഞ്ചായത്ത് ഇലക്ഷന് കയറി. ഈ ഇലക്ഷൻ ആണെങ്കിൽ അതുപോലെ തന്നെ വീട് കയറി SIR വളരെ ശ്രദ്ധിച്ച് നമ്മൾ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ്. അപ്പം 100% വിജയം കോൺഗ്രസിനോടൊപ്പമാണ്, UDFിനോടൊപ്പം. ചാണ്ടി ഉമ്മന്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റ് MLA-മാരെ വെച്ച് നോക്കി മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോലും പോയി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ കഴിഞ്ഞൊരു MLA-ആണ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ പൊതുവിലുള്ളൊരു വികാരം ഒരു കൃത്യമായി പറയാൻ കഴിയും. അവിടെയൊക്കെ പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രതികരണം അതൊക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് തന്നെ. പ്രത്യേകിച്ച് അപ്പയ്ക്ക് നീതി കഴിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അപ്പം UDFന്റെ വിജയം അദ്ദേഹത്തിന് ഫൈനലായി നീതി കൊടുക്കും. അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു കോൺഗ്രസ് തിരിച്ചു വരണം എന്നുള്ളത്, കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉണ്ടാവണം എന്നുള്ളത്. അത് നടപ്പിലാകും എന്നുള്ളതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു എക്സിറ്റ് പോളുകളൊക്കെ വന്നതിൽ പോലും ഒരു 75 വരെയാണ് മാക്സിമം ആവറേജ് ആയിട്ട് വരുന്നത്. അത് ഏതെങ്കിലും തരത്തിലൊരു ആശങ്കയാവുന്നുണ്ട്? എല്ലാം ജയിക്കുമെന്ന് പറയുന്നില്ലേ. റിപ്പോർട്ടറിന് ആശങ്ക കൂടുതൽ. റിപ്പോർട്ടർ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ട. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചടങ്ങ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിക്കാൻ പറ്റും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ഒരിക്കലും തുടങ്ങിക്കോ, ഞങ്ങൾ സ്ഥാനാർത്ഥികളായിക്കോളും. ഞങ്ങളുടെ മന്ത്രിമാരും ഞങ്ങളുടെ മുഖ്യമന്ത്രിയൊക്കെ വരുമ്പോൾ ഓക്കെ, മതി, പോരെ, മതി. ഇന്നലെ ഒരു ചാനലിന് കൊടുത്ത ഒരു ബൈറ്റാണ്. ഉമ്മൻചാണ്ടി സാർ മറക്കാൻ പറ്റില്ല. ആ ഒരു നേതാവിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും തുടക്കമിട്ടിട്ടാണ് ആ വ്യക്തി പോയത്. മനസ്സിലായില്ലേ? ആ വ്യക്തിയെ ഒരുപാട് പേർ ക്രൂശിച്ചു. ഇല്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ. സോളാർ, സരിത ചേച്ചി, എന്തോരം. അതൊന്നും ഒരിക്കലും ഒരു മനുഷ്യന് മറക്കാൻ പറ്റും. കേരളത്തിലെ ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന് മറക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊന്നും അല്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആ പാർട്ടിയോട് എനിക്ക് അങ്ങ് ഇഷ്ടമുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ വ്യക്തിയോട് എന്നും മനസ്സിലൊരു സ്നേഹം ഉണ്ടായിരിക്കും. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ട് തന്നെ ഈ ചാണ്ടി ഉമ്മനും എന്തെങ്കിലുമൊക്കെ കേരളത്തിന് ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷയുമുണ്ട്. അറിയില്ല, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഞാൻ വിചാരിച്ചു രാവിലത്തെ ആ ഒരു കളിയൊക്കെ കണ്ടപ്പോൾ കത്തി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അല്ല, സമം. ഒന്നും പറയാൻ പറ്റില്ല. UDF ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ LDF സർക്കാരിൻ്റെ ഭരണത്തിൽ വെറുത്തുപോയ ആളുകളാണ്. സത്യമല്ല ഞാൻ പറയുന്നത്, അതെ, വെറുത്തുപോയ ആളുകളാണ്. പക്ഷെ ചില ആളുകൾ LDF സർക്കാരിൻ്റെ ഭരണത്തിൽ വെറുത്തു പോയിട്ടുണ്ടെങ്കിലും അവരൊന്ന് ചിന്തിക്കും. കോൺഗ്രസ് വന്നാൽ ഭരണത്തിൽ വന്നാൽ എന്തെങ്കിലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു കാര്യം പല ആളുകളും ചിന്തിക്കും. ആ ചിന്തിക്കുന്നിടത്താണ് വീണ്ടും വോട്ട് LDFനോ അല്ലെങ്കിൽ BJPക്കോ കുത്തിപ്പോകുന്നത്, NDAക്കോ കുത്തിപ്പോകുന്നത്. എന്ത് ചെയ്യും കോൺഗ്രസ് വന്നാൽ? LDF ഭരിക്കുമ്പോൾ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പോസിറ്റ് നിന്ന് ഒരു പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. LDF ആണ് രാജാവ്. പക്ഷേ UDF ഭരിക്കാൻ കയറിയാൽ അപ്പുറത്ത് നല്ല കിടുക്കൻ പ്രതിപക്ഷമായിരിക്കും. പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മെയിൻ പോയിന്റാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കോൺഗ്രസ്സിൽ ആരുണ്ട് അതുപോലെ നല്ല രീതിയിൽ ഈ ഒരു പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ആരുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ചെറുപ്പക്കാരുണ്ട്, പക്ഷെ അവരെ അടുപ്പിക്കത്തില്ല. അതാണ് ഇവന്മാരുടെ പ്രശ്നം.
ആ ഒരു ചിന്ത ഇവർക്ക്, ആ ഒരു സാധനം മാറി, ചെറുപ്പക്കാർ വരട്ടെ, മേളിലേക്ക് വരട്ടെ, പ്രായഭേദമൊന്നും ഇല്ലാതെ കയറി വരട്ടെ, ഭരിക്കട്ടെ, ആ ഒരു സാധനം വന്നാൽ കോൺഗ്രസ് പൊളിക്കും. പക്ഷെ ഇവിടെ അത് നടക്കുന്നില്ല. അടിച്ചില്ലാതാക്കി കളയുക. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലും എടുത്തു കളഞ്ഞതിൽ എനിക്ക് ഒരുപാട് എതിർപ്പുള്ള, കോൺഗ്രസ് പാർട്ടിയോട് വലിയ രീതിയിൽ എതിർപ്പുള്ള ഒരു കാര്യമാണത്. ഈ അടുത്ത് മുന്നും പിന്നും നോക്കാതെ എടുത്തവനെ അങ്ങ് പുറത്തു തള്ളി, എന്നിട്ട് വലിയ ഡയലോഗും. വാട്ട് ഈസ് ദാറ്റ്? ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ മാത്രമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.